നമസ്കാരം, ഇത് IBN മലയാളം. ഹൈക്കോടതി ഇടപെട്ടിട്ടും എരുമേലിയിലെ ചൂഷണങ്ങൾക്ക് അറുതിയില്ല. സ്വകാര്യ പാർക്കിംഗ് മൈതാനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ചൂഷണം തുടരുന്നു. ഓരുങ്കൽ കടവ് റോഡിലെ സ്വകാര്യ സ്റ്റേഡിയത്തിൽ ഒരു മിനി ബസ് 6 മണിക്കൂർ പാർക്ക് ചെയ്യാൻ ഇന്നലെ വാങ്ങിയത് 1200 രൂപ. റവന്യൂ ഉദ്യോഗസ്ഥരും വിവിധ സംഘടനകളും ഇടപെട്ടതോടെ അധിക തുക തിരിച്ചു നൽകി. പാർക്കിങ്ങിന് അമിത നിരക്ക് വാങ്ങുന്നുവെന്ന പരാതിയിൽ മൈതാനത്ത് പരിശോധനയ്ക്കെത്തിയ റവന്യൂ കൺട്രോൾ റൂം ഉദ്യോഗസ്ഥരെ കർണാടകയിൽ നിന്ന് തീർത്ഥാടനത്തിനെത്തിയ ബസ്സിലെ സ്വാമിമാർ പരാതിയുമായി സമീപിക്കുകയായിരുന്നു. അമിത നിരക്ക് ചോദ്യം ചെയ്തതിന് ഡ്രൈവറെ മർദ്ദിച്ചുവെന്നും ഇവർ ആരോപിച്ചു. ശബരിമല കർമ്മസമിതി പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. സമിതി പ്രവർത്തകർ പോലീസിൽ പരാതിയും നൽകി. മൈതാനത്തിനു മുന്നിൽ പാർക്കിംഗ് ഫീസ് സംബന്ധിച്ച ബോർഡ് സ്ഥാപിച്ചിട്ടില്ലെന്നും റവന്യൂ സംഘം കണ്ടെത്തി. എരുമേലിയിലെ വിവിധ സേവനങ്ങൾക്ക് തീർത്ഥാടകരോട് അമിത പണം വാങ്ങി കരാറുകാരും ഇടനിലക്കാരും ചൂഷണം ചെയ്യുന്നത് സംബന്ധിച്ച് വാർത്ത തിങ്കളാഴ്ച ഹൈക്കോടതി ഫയൽ സ്വീകരിച്ച സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും പഞ്ചായത്തിനോടും വിശദീകരണം തേടിയിരുന്നു. മിക്ക പാർക്കിംഗ് മൈതാനങ്ങളിലും വാഹന പാർക്കിങ്ങിന് അമിത നിരക്കാണ് വാങ്ങുന്നതെന്ന പരാതിയുണ്ട്. പേട്ടതുള്ളൽ സാമഗ്രികൾക്ക് വില പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശവും പാലിക്കുന്നില്ല. സർക്കാർ നിശ്ചയിച്ചതിന്റെ 6 ഇരട്ടി വരെ തുകയാണ് പേട്ടതുള്ളൽ സാമഗ്രികൾക്ക് വാങ്ങുന്നത്. ദേവസ്വം കോംപ്ലക്സുകളിലെ ശുചിമുറി, കുളിമുറി എന്നിവയുടെ ഉപയോഗത്തിന് ദേവസ്വം കരാറിലെ തുകയുടെ 10 ഇരട്ടി തുകയാണ് തീർത്ഥാടകരിൽ നിന്ന് വാങ്ങുന്നത്. ഹോട്ടലുകളിലും ഭക്ഷണത്തിന് അമിത നിരക്ക് വാങ്ങുന്നതായി പരാതിയുണ്ട്. പരാതിയിൽ നടപടി കർശനമാക്കാത്തതും ചൂഷണങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നു. ദേവസ്വം ബോർഡ് ഈടാക്കുന്ന നിരക്ക് മാത്രമേ സ്വകാര്യ പാർക്കിംഗ് മൈതാനങ്ങളിലും ആകാവൂ എന്ന് റവന്യൂ വകുപ്പിന് കത്ത് നൽകിയെന്ന് പഞ്ചായത്ത് സെക്രട്ടറി PP മണിയപ്പൻ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് അടിസ്ഥാനപ്പെടുത്തിയാണ് നിരക്ക് ഏകീകരണം സംബന്ധിച്ച കത്ത് നൽകിയതെന്നും സെക്രട്ടറി അറിയിച്ചു. ഇന്നു മുതൽ റവന്യൂ വകുപ്പ് സ്ക്വാഡിനൊപ്പം പഞ്ചായത്ത് സ്ക്വാഡും പാർക്കിംഗ് മൈതാനങ്ങളിൽ സംയുക്ത പരിശോധന നടത്തുമെന്നും സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.